നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്കായി രാത്രിയിലും തിരച്ചിൽ. സൂരജ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സൂരജ്, പ്രദേശവാസികളിൽ ചിലർ ചെന്താമരയെ ഒരു പണി തീരാത്ത വീടിന് സമീപം കണ്ടു എന്ന സംശയം അത് പറയുന്നുണ്ട്. അവര് ഏതാണ്ട് ഉറപ്പിച്ച മട്ടിലാണ് നമ്മളോട് പ്രതികരിച്ചതും. ഇപ്പോൾ ഈ തെരച്ചിൽ നടത്തിയ ആളുകൾക്ക് എന്തെങ്കിലും സൂചന, എന്തെങ്കിലും വിവരം ചെന്താമരയെ പറ്റി കിട്ടുന്നുണ്ടോ? അതായത് ഗോകുൽ, ഒരു 100-ലധികം ആളുകളാണ് ഈ മേഖലയിൽ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാം. അതായത് ഈ പല കോണിൽ, അതായത് ഇതൊരു കുന്നാണ്, ഈ കുന്നിനെ ചുറ്റി വളഞ്ഞ് ഒരു 100-ലധികം ആളുകൾ ടോർച്ചുമായി ഇറങ്ങിയിരിക്കുകയാണ്. അവരെല്ലാവരും ഈ കുന്നിനകത്ത് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാടാണ്, തീർത്തും കാടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് ഒരാൾ പതുങ്ങിയിരുന്നാൽ പോലും കാണാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഈ കുറ്റിപ്പുല്ലടക്കം ഈ വലിയ ഇരുമ്പ് പൈപ്പ് കൊണ്ടൊക്കെ അടിച്ചാണ് നോക്കുന്നത്. ഇതിൽ ഗോകുൽ എന്ന് പറയുന്ന ആളും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന 2 പേരുമാണ് ഈ പ്രതി എന്ന് സംശയിക്കുന്ന ഒരാളെ ആളൊഴിഞ്ഞ വീടിന് സമീപത്ത് കണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. പണി തീരാത്ത വീടായിരുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്നത്. പിന്നീട് ഇവർക്കൊരു സംശയം തോന്നുന്നു. അവർ പുറകിൽ നിന്ന് വിളിക്കുന്ന സമയത്ത് ആ ആൾ അവിടെ നിന്ന് ഓടി മറയുന്ന ഒരു സാഹചര്യമായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇവർക്കത് പ്രതിയാണോ എന്നൊരു സംശയം തോന്നുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണയും പ്രതി ഈ 5 ദിവസത്തോളം ഒളിവിൽ പാർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഈ സുധാകരന്റെ ഭാര്യ സുജാതയെ കൊലപ്പെടുത്തിയ ശേഷം അന്ന് ഒളിവിൽ പോയ പ്രതി 5 ദിവസത്തോളം ഉൾവനത്തിൽ കഴിയുകയായിരുന്നു. ഉൾവനത്തിൽ കഴിഞ്ഞ പ്രതി പിന്നീട് ഈ ഉൾവനത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന 5 ദിവസങ്ങൾക്ക് ഇപ്പുറമാണ്. അത് രാത്രികാലങ്ങളിൽ വരും. ഇവരുടെ ഒരു തറവാട് വീടുണ്ട്. അത് ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ മേഖലയുടെ വലത്തുഭാഗത്താണ്. അവിടെയായിട്ടാണ് ഇവരുടെ തറവാട് വീട്. അതുകൊണ്ട് ഈ തറവാട്ട് വീട്ടിലെത്തി ഭക്ഷണം കഴിക്കും പ്രതി. അതായത് എന്നിട്ട് വീണ്ടും കാട്ടിലേക്ക് മടങ്ങുന്നതായിരുന്നു രീതി. ഇത് പോലീസ് കൃത്യമായി മനസ്സിലാക്കുന്നു. അങ്ങനെ 5-ാം ദിവസം ഈ തറവാട് വീടിന്, അതായത് എൻ്റെ വലത്തുവശത്തുള്ള ഈ തറവാട് വീടിന് സമീപത്ത് പോലീസ് കാത്തു നിൽക്കുന്നു. പ്രതി പിന്നീട് അവിടെ ഈ ഭക്ഷണം കഴിക്കാൻ രാത്രി എത്തുന്ന സമയത്താണ് അന്ന് പോലീസ് പിടികൂടിയത്. ഇന്ന് രാത്രിയും പോലീസിന്റെ നിരീക്ഷണം ഉൾപ്പെടെ ഈ മേഖലയിൽ ഏർപ്പെടുത്തിയ സമയത്തും പോലീസ് മുന്നോട്ട് വെച്ചൊരു കാര്യമെന്ന് പറയുന്നത് സ്വാഭാവികമായും ഈ പ്രതി ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ഈ മേഖലയിലേക്ക് എത്തും എന്നുള്ളത് തന്നെയായിരുന്നു പോലീസിന്റെ ഒരു കണക്കുകൂട്ടൽ. രാത്രിയായാൽ ഭക്ഷണം കഴിക്കാൻ സ്വാഭാവികമായും ഈ പ്രതി മേഖലയിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഉൾപ്പെടെ നിരീക്ഷണം ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ആളൊഴിഞ്ഞ ഒരു വീടിന് മുന്നിൽ, ആ വീടിന് പുറകിൽ ഇത്തരത്തിൽ പ്രതി എന്ന് സംശയിക്കുന്ന ഒരാളെ കണ്ടു എന്ന തരത്തിലുള്ള വിവരം ഈ നാട്ടുകാർക്ക് ലഭിക്കുന്നു. അങ്ങനെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഒരു 100-ലധികം വരുന്ന നാട്ടുകാരുണ്ട്. ഒരു പക്ഷേ ഞാനൊക്കെ ഈ സിനിമയിൽ മാത്രമാണ് ഈ രംഗം കണ്ടിട്ടുള്ളത്. 100-ലധികം വരുന്ന ആളുകൾ ഈ ടോർച്ചുമായി ഈ ഒരു കുന്നാകെ വളഞ്ഞുകൊണ്ടുള്ള ഒരു വലിയ തിരച്ചിൽ അത് നടത്തുകയാണ്. പോലീസ് ഉണ്ടായിരുന്നു ഈ സമയത്ത്. സുധാകരന്റെ വീടിന് സമീപത്ത് പോലീസ് ഉണ്ടായിരുന്നു. അവർ കൂടുതൽ പോലീസിനെ അലേർട്ട് ചെയ്യുന്നു. അതായത് ഉന്നത ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്ത് നിന്ന് മാറിയതിനു ശേഷമാണ് നാട്ടുകാർക്ക് ഇങ്ങനെ ഒരു സംശയം തോന്നുന്നത്. അതോടുകൂടിയാണ് ഈ കാടിളക്കിയുള്ള ഒരു തിരച്ചിലേക്ക്, ഈ രാത്രി എന്ന് വകവയ്ക്കാതെ ഒരു തിരച്ചിലേക്ക് നാട്ടുകാർ കടന്നത്. ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ മേഖലയിലടക്കം നിരവധി നാട്ടുകാർ തിരച്ചിൽ നടത്തുന്നുണ്ട്. അവർ ഈ കാടാകെ ഇളക്കി മറിച്ച് തിരച്ചിൽ നടത്തി കൂടുതൽ മേഖലകളിലേക്ക് പോവുകയാണ്. അതായത് ഈ കാടിനെ പറ്റി നല്ലപോലെ ഈ അറിയാവുന്ന ആളാണ് പ്രതി. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ഈ മരത്തിൽ ഉൾപ്പെടെ കയറി ഒളിച്ചിരിക്കുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മരത്തിന്റെ മുകളിലേക്കടക്കം ടോർച്ച് അടിച്ചു നോക്കിയും മറ്റുമൊക്കെയാണ് ഇവരുടെ തിരച്ചിൽ പുരോഗമിക്കുന്നത്. എന്തായാലും നാട്ടുകാരെ സംബന്ധിച്ച് ഇന്നത്തെ രാത്രി അവർക്ക് നിർണായകമാണ്. അവരെ സംബന്ധിച്ച് ഏറ്റവും ഭീതിപ്പെട്ട ഒരു രാത്രിയാണ്. ഈ പ്രതിയുടെ ഹിറ്റ് ലിസ്റ്റിൽ 2 പേർ കൂടിയുണ്ട്. അതായത് ഈ പ്രദേശവാസികളായ രാധയടക്കം 2 പേർ കൂടി ഇയാൾ തയ്യാറാക്കിയ ഈ കൊലപ്പെടുത്തേണ്ടവരുടെ പട്ടികയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നാട്ടുകാരെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ് ഈ മേഖലയിൽ നിലനിൽക്കുന്നത്. അത് തന്നെയാണ് ഇത്തരത്തിലൊരു വലിയ തിരച്ചിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗോകുൽ, ഇപ്പോൾ നാട്ടുകാരെ സംബന്ധിച്ച് അവർ പറയുന്നത് ഒരു പണി തീരാത്ത വീടുണ്ടായിരുന്നു. ആ വീടിന് സമീപത്ത്, വീടിന് പുറകിൽ ഒരാൾ നിൽക്കുന്നതായി ഇവർക്കൊരു സംശയം തോന്നി. അത് പ്രതിയാണ് എന്ന സംശയമാണ് ഇവർക്ക് തോന്നിയത്. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഈ 100-ലധികം വരുന്ന നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇപ്പോഴും അക്കരയിൽ സുധാകരന്റെ വീട്ടിൽ നിന്ന്, നമ്മുടെ ക്യാമറമാന്റെ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം, അക്കരെ സുധാകരന്റെ വീട്ടിൽ നിന്നടക്കം നിരവധി ആളുകൾ ഈ മേഖലയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ് ദൃശ്യങ്ങളിലേക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവരെല്ലാവരും നമ്മളിപ്പോൾ നിൽക്കുന്നത് ഉൾവനമാണ്. പ്രത്യേകിച്ച് ഒരാൾ ഇവിടെ പതുങ്ങി നിന്നാൽ പോലും നമുക്ക് കാണാൻ കഴിയാത്ത ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. തിരച്ചിൽ നടത്തുന്ന ആളുകളെ അടക്കം നമുക്ക് കാണാം. ഒരാൾ പതുങ്ങി നിന്നാൽ പോലും നമുക്ക് കാണാൻ കഴിയാത്ത വനമാണ്. അവിടെയാണ് നിലവിൽ ഇവരുടെ നേതൃത്വത്തിലെല്ലാം തന്നെ തിരച്ചിൽ നടത്തുന്നത്. എന്തടിസ്ഥാനത്തിലായിരുന്നു സാർ നമ്മളൊരു തിരച്ചിൽ? ഇത് അറിഞ്ഞു വന്നതാണല്ലേ? എങ്ങനെയായിരുന്നു തിരച്ചില്? കണ്ടു എന്നുള്ള ഒരു പ്രതീക്ഷയാണ് നമ്മൾ. ഇങ്ങോട്ടൊന്ന് കേറിക്കോ. ഇതിൽ കൂടെ വെച്ച് കണ്ടു എന്നാ പറഞ്ഞത്. അയ്യപ്പൻകുന്നിന്റെ താഴെ വെച്ച് കണ്ടു എന്നുള്ള പ്രതീക്ഷയാണ് നമ്മൾ ഇതിൽ കൂടെ വന്നത്. ഞാൻ അവിടെ മുകളിലുണ്ടായിരുന്നു, കുറച്ചു നേരം തെരഞ്ഞു. എല്ലാവരും കാലത്തും വേണ്ടി തെരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ വെച്ച് കണ്ടു എന്നുള്ള പ്രതീക്ഷയാണ് നമ്മൾ ഇതിൽ കൂടെ ഇറങ്ങി വന്നത്. അവിടെ ഇറങ്ങി വന്ന് ഈ പോകാനുള്ള വഴി ഒരു വഴിയേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഒന്നാമത് അതിന് വീട്ടിൽ തന്നെ പോകാം, തറവാട്ടിൽ പോയി കാലത്ത് നമ്മൾ ചോദിച്ചപ്പോൾ അവിടെ ഇല്ലയെന്നാണ് പറഞ്ഞത്. അപ്പോൾ വീണ്ടും വന്ന് നമ്മൾ ചോദിച്ചപ്പോൾ അവിടെ ഇല്ലയെന്നാണ് പറയണവർ.
അതിന് അവൻ്റെ ചുറ്റുപാടത്ത് അവൻ്റെ അമ്മയെ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്തിട്ട് ഒളിപ്പിച്ച് വെക്കാനുള്ള സാധ്യതയുള്ളൂ. കാരണം ഈ കാട്ടിനുള്ളിൽ പറഞ്ഞാൽ വന്നിരിക്കാനുള്ള സ്ഥലം അവർക്ക് മാത്രമേ അറിയുള്ളൂ. ചുറ്റുപാടുള്ള ആൾക്കാർക്ക് കുറച്ച് പേർക്ക് ഇതിൽ കൂടെ ഇറങ്ങി വരാനുള്ള പരിചയമുള്ളൂ.